അല്പനേരം എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഒരു സ്നേഹിതൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എനിക്ക് ജീവൻ തരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുമോ? അതല്ല, നിങ്ങൾ സ്നേഹിതനോട് എനിക്ക് ജീവൻ തരുമോ എന്ന് ചോദിച്ചാൽ അവരുടെ ജീവൻ നിങ്ങൾക്ക് നൽകുമോ? പക്ഷേ നിങ്ങൾക്ക് ജീവൻ തന്ന ഒരു വ്യക്തിയുണ്ട്. അവൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. നമ്മൾ പാപികളായിരിക്കുമ്പോൾ നമ്മുടെ പാപത്തെ വഹിച്ചു, ക്രൂശിൽ വെച്ച് നമ്മുടെ പാപത്തെ ഇല്ലായ്മ ചെയ്തു, എല്ലാവർക്കും വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ഈ ലോകത്തിൽ നിങ്ങളെ പാപമോചനത്തായി മരിച്ച ഒരു വ്യക്തിയുള്ളൂ, അത് യേശുവാണ്. ഞാൻ കുട്ടിയാണ്, എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് തമാശയായി തോന്നാം. പക്ഷേ ഇത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് സത്യമാണ്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരാകാം, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ യേശു വന്നിട്ടുണ്ടോ? നിങ്ങൾ അവനെ അംഗീകരിച്ചിട്ടുണ്ടോ? ഒരു സ്നേഹിതനോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാതെ നിങ്ങളുടെ സ്നേഹം അവൻ അറിയുന്നില്ല. അതേപോലെ അവൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെയ്തിട്ടും അവനെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? ഈ കോവിഡ്-19 കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റിനുമുള്ളവർ മരിക്കുന്നു. അവർ നരകത്തേക്കോ സ്വർഗത്തേക്കോ പോകുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ബൈബിൾ കൃത്യമായി പറയുന്നു, യേശുവിന്റെ നാമമില്ലാതെ വേറൊരു നാമവും ഈ ലോകത്തെ രക്ഷിപ്പാനില്ല. അതുകൊണ്ട് യേശുവിനെ വിശ്വസിക്കാൻ, അംഗീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ പറയുക, നിങ്ങൾ കേൾക്കും വിധത്തിൽ പറയുക, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എൻ്റെ വാക്കുകൾ ശ്രവിച്ച ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.